എല്ലാവർക്കും നമസ്കാരം. +2 എക്കണോമിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായിട്ടുള്ള നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ മോഡൽ എക്സാമിനും കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനൽ എക്സാമിനൊക്കെ വന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇന്ന് അനലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആകെ 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അതെങ്ങനെയാണ് ആൻസർ ചെയ്യുക, എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം അഥവാ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എക്സാമിന് ചോദിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ്, ഒരു ചാർട്ടാണ് ഈ തന്നിട്ടുള്ളത്. ഈ ഒരു ടേബിൾ എന്ത് ചെയ്യും, ബ്ലാങ്ക് ആയിട്ടായിരിക്കും വരിക. ഈ ഒരു ഇത് ബ്ലാങ്ക് ആയിട്ടായിരിക്കും. ഇവിടെ എ എന്ന് കൊടുക്കും, ചിലപ്പോൾ ഇവിടെ ബി എന്ന് കൊടുക്കും, സി ഡി ഇ എഫ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുക. അല്ലെങ്കിൽ ഇത് രണ്ടും കൊടുക്കും, എ ബി എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഈ 4 1 2 3 4 എന്നിട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ 2 ഭാഗം എന്ത് ചെയ്യും, ഫില്ല് ചെയ്യുക എന്നായിരിക്കും തരിക. അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഫേം എന്ന് തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ 4 ഭാഗങ്ങളുണ്ടല്ലോ, 1 2 3 4, അത് ഫില്ലാക്കാനായിരിക്കും ഉണ്ടാവുക. 4 മാർക്കിന് ചോദിക്കും, 100% ഉറപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ മൈക്രോ എക്കണോമിക്സ് ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ലളിതമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് GDP കുറിച്ചിട്ടൊക്കെയാണ്, ദേശീയ വരുമാനത്തെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പോട്ടെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഭാഗമാണ് വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം അല്ലെങ്കിൽ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് 4 മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. 4 ഫാക്ടേഴ്സാണുള്ളത്. അത് ഏതൊക്കെയാണെന്നൊന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു മാക്രോ എക്കണോമിക്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം. ഏതൊക്കെയാണ് ആ 4 മേഖലകൾ? അത് 2 മാർക്കിന് 13ാമത്തെ ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യനായിട്ട് വരാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഏതൊക്കെയാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ അഥവാ മാക്രോ എക്കണോമിക്സിലെ 4 മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? ആദ്യം അത് പഠിച്ചിരിക്കുക. ഹൗസ് ഹോൾഡ്, 2 ഫേം, 3 ഗവൺമെൻറ്, 4 എക്സ്റ്റേണൽ സെക്ടർ. ഈ 4 മേഖലകളാണ് മാക്രോ എക്കണോമിക്സിലെ 4 മേഖലകളായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്ന ഭാഗം ഡിസ്കസ് ചെയ്യുമ്പോൾ ആവശ്യമുള്ളത് 2 സെക്ടർ എക്കണോമിയാണ്. അഥവാ ഹൗസ് ഹോൾഡും ഫേമും അഥവാ കുടുംബവും അതുപോലെ തന്നെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ 2 സെക്ടർ എക്കണോമിയാണ്. അഥവാ ഹൗസ് ഹോൾഡും ഫേമും ആണ് വരുന്നതെങ്കിൽ അതിനെക്കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് എങ്കിൽ അത് 2 സെക്ടർ എക്കണോമിയാണ്. അതിൻ്റെ കൂടെ ഒരു ഗവൺമെൻറ് കൂടി ചേർന്ന് വന്നാൽ എന്താവും, 3rd സെക്ടർ അഥവാ 3 സെക്ടർ എക്കണോമി ആവും. അതിൻ്റെ കൂടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും അഥവാ എക്സ്റ്റേണൽ സെക്ടറിൽ പെടുന്നതാണ് എക്സ്പോർട്ടും ഇമ്പോർട്ടും. എക്സ്റ്റേണൽ സെക്ടറിൽ പെടുന്ന എക്സ്പോർട്ടും ഇമ്പോർട്ടും വരികയാണെങ്കിൽ അതെന്തായി, ഓപ്പൺ എക്കണോമി ആയി. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ 3rd ചാപ്റ്ററിൽ വരുന്നത് 2 സെക്ടർ എക്കണോമിയാണ്. അതിൻ്റെ കൂടെ ഗവൺമെൻറ്, അടുത്ത ചാപ്റ്റർ എന്താണ്, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടാണ്, 3 സെക്ടർ എക്കണോമിയാണ്. 4ാമത്തെ ചാപ്റ്ററിൽ അവസാനത്തെ ചാപ്റ്റർ വരുന്ന ഓപ്പൺ എക്കണോമിയാണ്. ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് വിശാലമായിട്ട് പറയാനുണ്ടെങ്കിൽ പോലും സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ ഭാഗമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. 4 മേഖലകൾ: ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെൻറ്, എക്സ്റ്റേണൽ സെക്ടർ. അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇനി നോക്കുക, വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഹൗസ് ഹോൾഡ് എഴുതിയിട്ടുണ്ട്, ഫേം എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഹൗസ് ഹോൾഡിൽ നിന്ന് ഒരാൾ ഫേമിലേക്ക് പോകുന്നത് 4 മേഖലകളാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അഥവാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഹൗസ് ഹോൾഡിൽ നിന്ന് ഒരാൾ ഫേമിലേക്ക് പോവാം. ഞാനൊരു അധ്യാപകൻ എന്ന നിലക്ക് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു സ്ഥാപനത്തേക്ക്, IRS എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അഥവാ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് എനിക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ വരുമാനം കിട്ടാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന മേഖല ഏതാണ്? ലേബറാണ്. ആ ലേബർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? റെന്റ്. ലേബർ എന്ന് പറഞ്ഞാൽ വെയ്ജ്. ക്യാപിറ്റൽ ആണെങ്കിൽ ഇൻട്രസ്റ്റ്, ഓർഗനൈസ് ആണെങ്കിൽ പ്രോഫിറ്റ്. അങ്ങനെ ആയിരിക്കും. അഥവാ ഞാൻ
കുടുംബത്തിൽ നിന്ന് കുടുംബത്തിൻ്റെ പുരോഗതി മനസ്സിലാക്കി കുടുംബത്തിലുള്ള ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരുടെ നിത്യജീവിതത്തിലുള്ള പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്ക് പോകുന്നു. ലേബറാണ്, ലേബർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചെന്താ കിട്ടുക? അതോ ഹൗസ് ഹോൾഡിൽ നിന്ന് ഞാൻ കൂലിക്കായിട്ട് ഫേമിലേക്ക് പോകുന്നു. ആ ഫേമിൽ നിന്ന് എനിക്ക് തിരിച്ച് കിട്ടുന്ന എന്താണ്? വെയ്ജാണ്, കൂലിയാണ് കിട്ടുക. ഓക്കെ, ആ വെയ്ജ് ഉപയോഗപ്പെടുത്തിയിട്ട് ഞാൻ എന്ത് ചെയ്യും, അടുത്ത വേറൊരു സ്ഥാപനത്തേക്ക്, അല്ലെങ്കിൽ രാമേട്ടൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ സൈദലവി കാക്കാൻ്റെ കടയായിരിക്കും. ആ കട എന്ന് പറയുന്നത് ഒരു സ്ഥാപനമാണല്ലോ. ആ സ്ഥാപനത്തിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യും, എക്സ്പെൻഡിച്ചർ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ്, അഥവാ അരിയും പഞ്ചസാരയും മറ്റു പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ക്യാഷ് ഞാൻ എന്ത് ചെയ്യും, ആ പലചരക്ക് കടയിൽ കൊണ്ടുപോയി കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ ഫേം എന്താ ചെയ്യുക? ഫേം എന്ത് ചെയ്യും, അവനക്ക് വേണ്ട സപ്ലൈ ചെയ്യും. ഏത് ഗുഡ്സ്, നമുക്ക് ആവശ്യമായ സാധന സേവനങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് തരും. ഈ ആരോമാർക്ക് ശ്രദ്ധിക്കണം. ജോലിക്ക് പോകുന്നു, ജോലി ചെയ്താൽ ഫേം എന്ത് ചെയ്യും, കൂലി തരുന്നു. കൂലി ചെയ്താൽ കാശ് കൊണ്ട് സ്ഥാപനത്തിൽ പോകുന്നു. മറ്റൊരു സ്ഥാപനത്തിൽ പോയിട്ട് സാധനങ്ങൾ, പച്ചക്കറി, പഴങ്ങളൊക്കെ വാങ്ങുന്നു. പഴങ്ങൾ വാങ്ങി കൊടുക്കാനുള്ള കാശ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സാധനങ്ങൾ നമുക്ക് അവർ തരുന്നു. അതേപോലെ തന്നെ ലാൻഡ്, നമ്മളത് കുറച്ച് സ്ഥലമാണ്, വളാഞ്ചേരി അങ്ങാടിയിൽ കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് നമ്മളെ കയ്യിലുള്ളൂ. അത് ഏതാണ്? വേറൊരു സ്ഥാപനത്തിനേക്കാണ് നമ്മൾ ലാൻഡ് കൊടുത്തത്, ഭൂമി കൊടുത്തു. ഭൂമി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഒരു കടമുറികൾ എനിക്ക് വളാഞ്ചേരി അങ്ങാടിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഞാൻ എന്ത് ചെയ്യും, വേറെ സ്ഥാപനം നടത്താൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനം നമുക്ക് എന്ത് ചെയ്തു, കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരെന്താ തരിക? ലാൻഡ് റെൻറ്റാ തരിക. ആ റെൻറ്റുമായിട്ട് ഞാൻ എന്ത് ചെയ്യും, മറ്റൊരു കടയിൽ പോയിട്ട് അരി സാധനങ്ങളൊക്കെ വാങ്ങും. ആ അരി സാധനങ്ങൾ വാങ്ങാനുള്ള കാശ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് സാധനങ്ങൾ തരും. അതേമാതിരി ഇപ്പോൾ ലാൻഡ് പറഞ്ഞു, ലേബർ പറഞ്ഞു, ക്യാപിറ്റൽ എന്ന് ഇങ്ങനെ പറയാം. നമ്മൾ കുറച്ച് കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്. ആ ക്യാഷ് എന്ത് ചെയ്തു, ബാങ്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക്, ഞാൻ എന്ത് ചെയ്തു, ക്യാഷ് കൊടുത്തു. ആ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കർ എന്താ ചെയ്യുക, പലിശ തരിക ചെയ്യുക. ആ പലിശ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കയ്യിൽ തരും. ആ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ക്യാഷുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പല ചരക്ക് കടയിൽ പോകും, സാധനങ്ങൾ വാങ്ങും. സാധനങ്ങൾ വാങ്ങിയിട്ട് അവരെന്ത് ചെയ്യും, സാധനങ്ങൾ കൊടുക്കും. അതേമാതിരി ഓർഗനൈസേഷൻ, ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ എന്ത് ചെയ്തു, ഒരു ബിസിനസ് തുടങ്ങി. അല്ലെങ്കിൽ ഞാനും വേറെ സ്ഥാപനം കൂടി ഒരു ബിസിനസ് തുടങ്ങി. ഞാനൊരു സുഹൃത്തു കൂടി സ്ഥാപനം തുടങ്ങി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ഥാപനം നിർമ്മിക്കുകയാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്ഥാപനം തുടങ്ങി. അതിൽ നിന്ന് എന്തെത്തി, ഓർഗനൈസേഷനാണ് ചെയ്യുന്നത്. അപ്പം തിരിച്ചെന്ത് ചെയ്തു, പ്രോഫിറ്റ് കിട്ടി. ആ പ്രോഫിറ്റ് കിട്ടിയ കാശ് എന്താണ്, നമ്മൾ സാധന സേവനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കുക, തിരിച്ചതേമാതിരി കിട്ടുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷനാണ്. എന്നാൽ ഫാക്ടേഴ്സ് ഇൻകം ഏതൊക്കെയാണ്? റെൻറ്റ്, വെയ്ജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റാണ്. നേരെ അവരെന്ത് ചെയ്യും, ഈ കാശ് ഉപയോഗപ്പെടുത്തിയിട്ട് എക്സ്പെൻഡിച്ചർ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ്, ദെൻ ഫോർത്ത് സപ്ലൈ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത്, സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത്. ഇതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗമാണ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സാധനം കൂടി, റിയൽ ഫ്ലോ ഉണ്ട്, മണി ഫ്ലോ ഉണ്ട്. എന്താണ് റിയൽ ഫ്ലോ? അഥവാ ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്കും ഫേമിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്കും സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ, സർവീസാണ് അവിടെ സപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അതിനെയാണെന്ന് പറയാ, റിയൽ ഫ്ലോ എന്ന് പറയാം. ഈ നാലെണ്ണത്തിൽ ഏതൊക്കെയാണ് റിയൽ ഫ്ലോ? അഥവാ ഈ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു ലേബർ എന്ന് പറയുന്നത് നമ്മളൊരു അധ്വാനം, സേവനമായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്താണ്, ഈ പറയപ്പെടുന്ന റിയൽ ഫ്ലോ ആണ്. അപ്പോൾ ഒന്നാമത്തത് റിയൽ ഫ്ലോ ആണ്. രണ്ടാമത്തത് ഫാക്ടേഴ്സ് ഇൻകം, റെന്റ്, വെയ്ജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. അത് ക്യാഷ് രീതിയിലാണ് തരുന്നത്. അത് എന്തല്ല, സേവന രീതിയിലല്ല. മറിച്ച് എന്താണ്, എക്സ്പെൻഡിച്ചർ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ്. നമ്മൾ കയ്യിലുള്ള കാശ് അവിടെ സർവീസ് കൊടുക്കുകയാണ്. അതും എന്തല്ല, റിയൽ ഫ്ലോ അല്ല. എന്നാൽ സപ്ലൈ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് എന്താണ്, റിയൽ ഫ്ലോ. എന്തുകൊണ്ടാണ്, നമ്മൾ കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവരൊരു സർവീസ് എന്ന നിലക്കാണ് സാധന സേവനങ്ങൾ നമുക്ക് തരുന്നത്. അപ്പോൾ 1ഉം 4ഉമാണ് ഈ പറയപ്പെടുന്ന റിയൽ ഫ്ലോ. റിയൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡും ഫേമും തമ്മിലുള്ള, അല്ലെങ്കിൽ ഫേമും ഹൗസ് ഹോൾഡും തമ്മിലുള്ളത് സേവനാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ അതിനാണ് റിയൽ ഫ്ലോ എന്ന് പറയുന്നത്. നേരെ തിരിച്ച് മണി ഫ്ലോ എന്ന് പറയുമായിരിക്കും, ഹൗസ് ഹോൾഡും ഫേമും തമ്മിൽ മണി ഫ്ലോ ആണ് വരുന്നെങ്കിൽ, അഥവാ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ക്യാഷാണ് അവിടെ കളിക്കുന്നത് എങ്കിൽ അതിനെയാണെന്ന് പറയാ, മണി ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയായിരിക്കും, ഫാക്ടേഴ്സ് ഇൻകം, റെന്റ്, വെയ്ജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. അവർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് എന്ന രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ 2 എന്താണ്, മണി ഫ്ലോ ആണ്. അപ്പോൾ തന്നെ എക്സ്പെൻഡിച്ചർ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ്, ഗുഡ്സ് ആൻഡ് സർവീസിനുള്ള ക്യാഷ് കൊടുക്കുകയാണ്, ക്യാഷായിട്ടാണ് ഒരു ഫേമിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. അതും എന്താണ്, മണി ഫ്ലോ ആണ്. ഇത്രയും കാര്യങ്ങളാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്ന ഭാഗത്തിൽ മനസ്സിലാവാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ഭാഗം, നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.